ദസറ എന്ന ചിത്രത്തിന് ശേഷം തെലുങ്ക് സംവിധായകൻ ശ്രീകാന്ത് ഒഡേലയും നാനിയും ഒന്നിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് ദി പാരഡൈസ്. ഒരു റോ ആക്ഷൻ ചിത്രമായാണ് ദി പാരഡൈസ് എത്തുക എന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ചിത്രത്തിന്റെ ആദ്യ ഗ്ലിംസ് നേരത്തെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. മികച്ച പ്രതികരണമാണ് ഗ്ലിംസിന് ലഭിച്ചത്. ഇപ്പോഴത്തെ സിനിമയുടെ ഓഡിയോ റൈറ്റ് സംബന്ധിച്ചുള്ള പുതിയ അപ്ഡേറ്റാണ് പുറത്തുവരുന്നത്. ചിത്രത്തിന്റെ എല്ലാ ഭാഷയിലെയും ഓഡിയോ അവകാശം സരഗമ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 18 കോടിക്കാണ് സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് വിറ്റുപോയത് എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. നാനിയുടെ കരിയറിലെ ഏറ്റവും ഉയർന്ന തുകയാണിത്. സിക്സ് പാക്ക് ഗെറ്റപ്പിൽ പുത്തൻ മേക്ക് ഓവറിലാണ് നടൻ സിനിമയിലെത്തുന്നത്. അനിരുദ്ധ് രവിചന്ദ്രാണ് സിനിമയുടെ സംഗീതം നിർവഹിക്കുന്നത്. ജേഴ്സി, ഗ്യാങ് ലീഡർ എന്നീ സിനിമകൾക്കു ശേഷം നാനിയും അനിരുദ്ധും വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ശ്രീലക്ഷ്മി വെങ്കടേശ്വര സിനിമാസിന്റെ ബാനറിൽ സുധാകർ ചെറുകുരിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. നാനിയുടെ കരിയറിലെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിലൊന്നായാണ് ദി പാരഡൈസ് ഒരുങ്ങുക എന്നാണ് റിപ്പോർട്ടുകൾ. ജി.കെ. വിഷ്ണു ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നവീൻ നൂലിയാണ് നിർവഹിക്കുന്നത്. ഹിറ്റ് 3 ആണ് അവസാനമായി തിയേറ്ററിലെത്തിയ നാനി ചിത്രം. മെയ് 1 ആഗോള റിലീസായി എത്തിയ ചിത്രം 4 ദിവസം കൊണ്ട് ആഗോള ഗ്രോസ് കളക്ഷനിൽ 101 കോടി പിന്നിട്ടിരുന്നു. ദസറ, സരിപ്പോദ, ശനിവാരം എന്നീ സിനിമകൾക്ക് ശേഷം 100 കോടി ക്ലബിലെത്തുന്ന നാനി ചിത്രമാണ് ഹിറ്റ് 3. ശൈലേഷ് കൊലാനോ സംവിധാനം ചെയ്ത ചിത്രം വാൾ പോസ്റ്റർ സിനിമയുടെ ബാനറിൽ പ്രശാന്തി തിബർനേനിക്കൊപ്പം നാനിയുടെ യുനാനിമസ് പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.